ബാഴ്സലോണയുടെ സ്റ്റാർ സ്ട്രൈക്കർ ആയിട്ടുള്ള റോബർട്ട് ലെവൻഡോസ്കി ബാഴ്സലോണ വിട്ടു പോകുന്നു. റോബർട്ട് ലെവൻഡോസ്കിയുടെ നിലവിലെ അവസ്ഥ എന്താണ്? ബാഴ്സയിൽ തുടരാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട്? അതുപോലെ തന്നെ റോബർട്ട് ലെവൻഡോസ്കി ബാഴ്സ വിട്ടു പോവുകയാണെങ്കിൽ വേറെ ഏത് ടീമിലായിരിക്കും അദ്ദേഹം പോവുക? സൗദി ലീഗിൽ പോകുമോ, അതോ MLS പോകുമോ, അതോ യൂറോപ്പിലെ തന്നെ വേറെ ഏതെങ്കിലും വലിയ ടീമിലേക്ക് പോകുമോ? ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. റോബർട്ട് ലെവൻഡോസ്കിയുടെ ഈ സീസണിലെ പെർഫോമൻസ് ആണ് നമ്മൾ ആദ്യമേ നോക്കേണ്ട ഒരു കാര്യം. റോബർട്ട് ലെവൻഡോസ്കി ഈ സീസണിൽ ഇതുവരെ 28 മത്സരങ്ങളാണ് ബാഴ്സയ്ക്ക് വേണ്ടി കളിച്ചത്. അതിൽ നിന്ന് ബാഴ്സലോണയ്ക്ക് വേണ്ടി അദ്ദേഹം 13 ഗോളുകൾ സ്കോർ ചെയ്തു, ഒരു അസിസ്റ്റ് താരം നൽകിയിട്ടുണ്ട്. 37 വയസ്സുള്ള കരിയറിന്റെ എൻഡിങ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു സെന്റർ ഫോർവേഡിനെ സംബന്ധിച്ച് ഇത് അത്ര മോശം സ്റ്റാറ്റ്സ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം അറിയാലോ, ഫിസിക്കലി ഓരോ വർഷം കഴിയും തോറും ഫിസിക്കലി പ്ലേയേഴ്സിനെ സംബന്ധിച്ച് 37 വയസ്സിലൊക്കെ ടോപ്പ് ലെവലിൽ കളിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ അപൂർവം താരങ്ങളെ കൊണ്ട് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് വെച്ചൊക്കെ നോക്കുമ്പോൾ ഇതൊരു നല്ല സ്റ്റാറ്റ്സ് ആണ്. അത് മാത്രമല്ല, ബാഴ്സയെ സംബന്ധിച്ച് ബാഴ്സയുടെ ഫസ്റ്റ് ചോയ്സ് പ്ലെയർ ആണ് റോബർട്ട് ലെവൻഡോസ്കി എന്ന് ഈ സീസണിൽ എനിക്ക് തോന്നിയിട്ടില്ല. പേഴ്സണലി നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ പല വലിയ മത്സരങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ബാഴ്സ. ഇപ്പോൾ ബാഴ്സലോണ റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സൂപ്പർ കോപ്പ ഡി എസ്പാനോ സ്വന്തമാക്കിയിരുന്നു. അപ്പോൾ ആ ഒരു മാച്ച്, ഫൈനൽ മാച്ചിൽ ബാഴ്സലോണ റോബർട്ട് ലെവൻഡോസ്കി ആയിരുന്നു ഫസ്റ്റ് 11 തന്നെ ഉൾപ്പെടുത്തിയിരുന്നത്. ബാഴ്സയെ സംബന്ധിച്ച് ഇപ്പോൾ ബാഴ്സയുടെ അടുത്തൊരു സ്ട്രൈക്കർ എന്ന് പറയുന്നത് ഫെറാൻ ടോറസ് ആണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തെ ഒരു സെക്കൻഡ് ചോയ്സ് ആയിട്ട് മാത്രമാണ് ബാഴ്സ കൺസിഡർ ചെയ്തിരുന്നത്. പക്ഷേ ഈ സീസണിൽ അദ്ദേഹത്തിനാണ് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചിട്ടുള്ളത് ലെവൻഡോസ്കി വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ലെവൻഡോസ്കിക്ക് ഈ ഒരു 13 ഗോളുകൾ, 28 മാച്ചിൽ നിന്ന് 13 ഗോളുകൾ എന്ന് പറയുന്നത് അത്ര മികച്ച സ്റ്റാറ്റ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും ലെവൻഡോസ്കിയുടെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ, അതായത് 37 വയസ്സും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു കരിയറിന്റെ എൻഡിങ്ങിലാണ് അദ്ദേഹം ഉള്ളത്, പിന്നെ ഒരു ഫസ്റ്റ് ചോയ്സ് പ്ലെയർ അല്ല, അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ, അത് മാത്രമല്ല ഒരു വലിയ ടീമുകൾക്കെതിരെ ഗോൾ സ്കോർ ചെയ്യാൻ താരത്തിന് കഴിയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ താരത്തിന്റെ പെർഫോമൻസ് ഓവറോൾ ഒരു ഡീസന്റ് പെർഫോമൻസ് ആണെന്ന് തന്നെ ഞാൻ കരുതുന്നു. അപ്പോൾ താരത്തെ 37 വയസ്സിലുള്ള താരത്തെ ബാഴ്സലോണ നിലനിർത്തണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാഴ്സയെ സംബന്ധിച്ച് ബാഴ്സയ്ക്ക് ആകെ ഉള്ളത് 2 സ്ട്രൈക്കേഴ്സാണ്. ബാഴ്സലോണ വരുന്ന സമ്മറിൽ ലെവൻഡോസ്കിയെ നിലനിർത്തിയാലും ശരി, ലെവൻഡോസ്കിയെ പറഞ്ഞു വിട്ടാലും ശരി, പുതിയൊരു സെന്റർ ഫോർവേഡിനെ സൈൻ ചെയ്യണം. അത് ബാഴ്സയെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം 2 പേരേ ഉള്ളൂ, 2 പേർക്കും ഇഞ്ചുറി പറ്റുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അറിയാലോ, ഓൾറെഡി ആ ഒരു സ്ക്വാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ സ്ക്വാഡാണ് ബാഴ്സയ്ക്കുള്ള സ്ക്വാഡ്. പല പൊസിഷനിലും 1-2 പ്ലേയേഴ്സ് ഒക്കെ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ബാഴ്സലോണയ്ക്ക് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ റോബർട്ട് ലെവൻഡോസ്കി പോയാലും ശരി പോയില്ലെങ്കിൽ ശരി ഒരു സെന്റർ ഫോർവേഡ് സൈൻ ചെയ്തേ പറ്റൂ. അത് ടീമിനെ സംബന്ധിച്ച് ലെവൻഡോസ്കി പോവുകയാണെങ്കിൽ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും. ലെവൻഡോസ്കിയെ നിലനിർത്താൻ പറ്റും. അപ്പോൾ നിലനിർത്തി കഴിഞ്ഞാൽ, അതായത് 37 വയസ്സാണല്ലോ, ഒരു സീസണോ 2 സീസണോ ലെവൻഡോസ്കിയെ നിലനിർത്താൻ ബാഴ്സയ്ക്ക് കഴിയും. ബാഴ്സയെ സംബന്ധിച്ച് ഇതുപോലത്തെ ഒരു വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള മാച്ചസ് ഒക്കെ ഉണ്ട്, വലിയ ടീമുകൾക്കെതിരെയുള്ള പ്രഷർ മാച്ചസ് ഒക്കെ, അതിലൊക്കെ താരത്തെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. താരത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസ്, നമ്മൾ ആ ഒരു റയൽ മാഡ്രിഡിനെതിരെയുള്ള ഗോൾ തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. വളരെ സ്മൂത്ത് ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് ലെവൻഡോസ്കിയുടെ എക്സ്പീരിയൻസിലൂടെ ലെവൻഡോസ്കി സ്കോർ ചെയ്തിട്ടുള്ള ഒരു ഗോളായിരുന്നു ആ മാച്ചിൽ നമ്മൾ കണ്ടിട്ടുള്ള ഗോൾ. വരുന്ന ജൂൺ 30 റോബർട്ട് ലെവൻഡോസ്കിയുടെ ബാഴ്സലോണ ആയിട്ടുള്ള കരാർ തീരും. നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത്, താരത്തിന് ഇപ്പോൾ ഉള്ളത് 37 വയസ്സാണ്. ഇനി അദ്ദേഹത്തിന്റെ ആഗസ്റ്റ് മാസത്തിൽ നിന്നാണ് 38 ആകുന്നത്. അപ്പോൾ ആ ഒരു 37ന്റെ പകുതിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ താരത്തിന്റെ ബാഴ്സയിലെ കരിയർ ഇനി ആശ്രയിച്ചിരിക്കുന്നത് ബാഴ്സലോണയുടെ ആ ഒരു പ്രസിഡന്റ് ഇലക്ഷനെ ചുറ്റിപ്പറ്റിയാണ്. പ്രസിഡന്റ് ഇലക്ഷനിൽ നിലവിലെ ബോർഡ് തന്നെ വിജയിച്ചു വന്നു കഴിഞ്ഞാൽ, അതിൽ ലാപ്പോർട്ട തന്നെ വീണ്ടും പ്രസിഡന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ റോബർട്ട് ലെവൻഡോസ്കി ബാഴ്സയിൽ തുടരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നാണ് പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ലെവൻഡോസ്കിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഹ്യൂമൺ ആണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഫാമിലി വളരെ ഹാപ്പിയാണ് നിലവിലെ ആ ഒരു ബാഴ്സലോണയിൽ അവർ താമസിക്കുന്ന ഒരു ചുറ്റുപാട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ബാഴ്സയിൽ തുടരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എന്നാൽ അതെല്ലാം ആശ്രയിച്ചിരിക്കുന്നത് ഇലക്ഷനെയാണ്. ഇലക്ഷൻ കഴിയുന്ന സാഹചര്യത്തിൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഏപ്രിൽ വരെ, അതായത് മാർച്ച് 15-ാം തീയതിയാണ് ഇലക്ഷൻ നടക്കുന്നത്. ഏപ്രിൽ വരെ താരം വേറെ ടീമുകളുമായിട്ടൊന്നും കോൺട്രാക്ട് അതായത് പ്രീ കോൺട്രാക്ട് ഒന്നും സൈൻ ചെയ്യത്തില്ല എന്നതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. താരത്തിനെ സ്വന്തമാക്കാൻ താല്പര്യപ്പെടുന്ന ടീമുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ പറയേണ്ടത് ഇറ്റാലിയൻ വമ്പന്മാരായിട്ടുള്ള AC മിലാനാണ്. AC മിലാൻ ഇപ്പൊ എന്ത് പറ്റിയെന്ന് അറിയാൻ വയ്യ. അവരിപ്പോ കുറച്ച് കാലങ്ങളായിട്ട് വയസ്സായ താരങ്ങളെ ടീമിലെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ടീമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ സമ്മറിലായിരുന്നു ലൂക്ക മോഡ്രിച്ചിനെ എത്തിച്ചത്. ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് റോബർട്ട് ലെവൻഡോസ്കിയെ പോലത്തെ ഒരു സ്ട്രൈക്കറാണ്.
ലെവൻഡോസ്കിയെ സംബന്ധിച്ച് അദ്ദേഹം ബാഴ്സയിൽ അദ്ദേഹത്തിന് തുടരാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ മാത്രമേ അദ്ദേഹം വേറെ ഏതെങ്കിലും ടീം കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പോൾ AC മിലാൻ സംബന്ധിച്ച് അവരത് നോക്കുന്നുണ്ട്. ഫ്രീ ഏജന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് ടീമിൽ എത്തിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ AC മിലാൻ ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഴ്സലോണയുടെ തൊട്ടടുത്ത് ഉള്ള ടീം തന്നെയാണ്. ഇന്ന് മത്സരം നടക്കുന്നുണ്ട്. കോപ്പ ഡെൽ റേയുടെ ആ ഒരു സെമി ഫൈനൽ ഫസ്റ്റ് ലെഗ് മാച്ച് ബാഴ്സലോണയും അത്ലറ്റിക്കോ മാഡ്രിഡായിട്ട് ഇന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ് രണ്ടാമത്തെ ടീമായിട്ട് പറയപ്പെടുന്നത്. ഇതിനു മുമ്പ് ഡേവിഡ് വില, അതുപോലെ തന്നെ ലൂയിസ് സുവാരസ്, പിന്നെ മാഫിസ് ഡീപ്പെ, ഇങ്ങനത്തെ താരങ്ങളെയൊക്കെ ബാഴ്സയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് അത്ലറ്റിക്കോ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. 1-2 സീസണുകളിൽ യൂസ് ചെയ്തിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഡിയോഗോ സിമോണിയെ സംബന്ധിച്ച് റോബർട്ട് ലെവൻഡോസ്കി ഒരു കണ്ണ് അദ്ദേഹത്തിനുണ്ട്. പുതിയൊരു മാനേജ്മെന്റ് വരികയാണെങ്കിൽ, അതായത് ലാപ്പോർട്ട തോക്കുകയാണെങ്കിൽ അദ്ദേഹം ടീം ഇടാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ പുതിയൊരു മാനേജ്മെന്റ് വന്നാൽ, ലാപ്പോർട്ട തോറ്റിട്ട് പുതിയൊരു പ്രസിഡന്റ് വരികയാണെങ്കിൽ അവർ റോബർട്ട് ലെവൻഡോസ്കി നിലനിർത്താനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. എന്നാൽ ലാപ്പോർട്ട നിലനിർത്താനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ റോബർട്ട് ലെവൻഡോസ്കിക്ക് ഒരു സീസൺ കൂടെ കൊടുക്കുക, പുതിയതായിട്ട് ഒരു നല്ലൊരു ഫോർവേഡിനെ സൈൻ ചെയ്യുക. ഇതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ പറയപ്പെടുന്ന വേറെ 2 ഓപ്ഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് MLS ആണ്. ലയണൽ മെസ്സി കളിക്കുന്ന MLS ചിക്കാഗോ ഫയർസ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. ആ ഒരു ടീമിലേക്ക് പോകാനുള്ള സാധ്യത പറയുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബർട്ട് ലെവൻഡോസ്കിയുടെ വൈഫായിട്ടുള്ള അന്ന, അവര് ചിക്കാഗോയിൽ പോയിട്ടുണ്ടായിരുന്നു, അവിടെ വിസിറ്റ് ചെയ്തിരുന്നു. അവിടെ അവർ കുറച്ച് 2-3 ദിവസങ്ങളിൽ അവർ തങ്ങിയിരുന്നു, ഒരാഴ്ചയോളം തങ്ങിയിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ചിക്കാഗോയുടെ ചിക്കാഗോ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോയതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചിക്കാഗോ ഫയർസ് എന്ന് പറയുന്ന MLS ആയിട്ടുള്ള ടീമിന് തരത്തിൽ ഇൻട്രസ്റ്റും ഉണ്ട് എന്നാണ് പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് റൂമറായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. സാധ്യതകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ MLS സൈഡിലേക്ക് വരുമ്പോൾ MLS അദ്ദേഹം പോകുകയാണെങ്കിൽ അത് ഈ ഒരു ചിക്കാഗോയിലേക്കായിരിക്കും. പിന്നെ നമ്മൾ സൗദി ലീഗിലേക്ക് വരികയാണെങ്കിൽ അവിടെ അദ്ദേഹം പോകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് പറയാൻ കഴിയുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം പൈസ നോക്കുന്നില്ല, ഫാമിലിയുടെ ആ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സോൺ മാത്രമാണ് അദ്ദേഹം നോക്കുന്നത്. ഫാമിലിയെ സംബന്ധിച്ച് ബാഴ്സയിലാണ് അവർ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബാഴ്സയിൽ നിലനിൽക്കാൻ, ബാഴ്സയിൽ തുടരാനുള്ള ഒരു താല്പര്യമാണ് റോബർട്ട് ലെവൻഡോസ്കിക്ക് നിലവിലുള്ളത്. അപ്പോൾ ഇതാണ് കറന്റ്ലി ഉള്ള റോബർട്ട് ലെവൻഡോസ്കിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. അദ്ദേഹം ബാഴ്സയിൽ തുടരാനാണ് മാക്സിമം ശ്രമിക്കുന്നത്. ബാഴ്സയെ സംബന്ധിച്ച് അദ്ദേഹത്തെ നിലനിർത്തി ഒരു പുതിയ സ്ട്രൈക്കറിനെ സൈൻ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിന് തലത്തിൽ താല്പര്യമുണ്ട്, അതുപോലെ തന്നെ AC മിലാനും തലത്തിൽ താല്പര്യമുണ്ട്. യൂറോപ്പിൽ ഈ 2 ടീമുകളാണ്. പിന്നെ യൂറോപ്പ് വിട്ട് കഴിഞ്ഞാൽ പറയപ്പെടുന്ന 2 ടീമുകൾ എന്ന് പറയുന്നത് ഈ ചിക്കാഗോയാണ്. ചിക്കാഗോയെ സംബന്ധിച്ച് ചിക്കാഗോയിലേക്ക് അവരുടെ വൈഫൊക്കെ പോയി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ആ ഒരു റൂമറിനുള്ള ഒരു പ്രധാന കാരണം. സൗദിയിലേക്ക് അദ്ദേഹം ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം പൈസയുടെ വലിയൊരു ഓഫേഴ്സ് ഒക്കെ സൗദിയിൽ നിന്ന് വരുന്നുണ്ട്, പക്ഷെ ആ ഓഫേഴ്സ് ഒന്നും വേണ്ട എന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. പിന്നെ യൂറോപ്പിന് വെളിയിൽ തന്നെ വേറൊരു സ്ഥലവും കൂടി, വേറൊരു ടീം കൂടി പറയപ്പെടുന്നുണ്ട്. ടർക്കിഷ് ക്ലബായിട്ടുള്ള ഫെഡർബാഷയാണ് ആ ഒരു ടീം. നമുക്കറിയാം പല താരങ്ങളും ആ ഒരു ടീമിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഫെഡർബാഷെ വളരെ മികച്ചൊരു ടീമാണ്. ഇതിനു മുമ്പ് മെസ്യൂട്ട് ഓസിലൊക്കെ അവസാനം കളിച്ചിരുന്ന ഒരു ടീമാണ് അവസാന കാലഘട്ടങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫെഡർബാഷയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അവർക്കും താരത്തിൽ താല്പര്യമുണ്ട്. അപ്പോൾ കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതാണ്. റോബർട്ട് ലെവൻഡോസ്കിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ബാഴ്സയിൽ തുടരണം എന്ന് തന്നെയാണ് ആഗ്രഹം. അദ്ദേഹം ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. കാരണം ബാഴ്സലോണയുടെ ആ ഒരു എലക്ഷൻ അത് കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് അനുസരിച്ചായിരിക്കും അദ്ദേഹത്തിന്റെ തീരുമാനം വരാൻ പോകുന്നത്. ഇലക്ഷനിൽ ലാപ്പോർട്ട ജയിച്ചു കഴിഞ്ഞാൽ അവിടെ ബാഴ്സയിൽ തന്നെ തുടരും. ലാപ്പോർട്ട അല്ല വേറൊരു മാനേജ്മെന്റ് ആണ് വരുന്നതെങ്കിൽ ബാഴ്സ വിട്ട് പോകാനുള്ള സാധ്യത. പിന്നെ താരത്തിന് വേറെ ടീമുകളിൽ നിന്ന് ഓഫർ ഉള്ളത് ഒന്ന് AC മിലാൻ, പിന്നുള്ള അത്ലറ്റിക്കോ മാഡ്രിഡ്, പിന്നുള്ള ഫെഡർബാഷെ എന്ന് പറയുന്ന ടീമാണ്. പിന്നെ ചിക്കാഗോ ഫയർസ് എന്ന് പറയുന്ന MLS സൈഡ് ഉള്ള ഒരു ടീമുമായിട്ടും താരത്തിന് ചെറിയ കണക്ഷൻസ് ഇപ്പോൾ പറയുന്നുണ്ട്, ചെറിയ റൂമേഴ്സ്. പിന്നെ MLS അദ്ദേഹം പോയാൽ ചിക്കാഗോ ഫയറിലേക്ക് മാത്രമേ പോകാനുള്ള സാധ്യതകൾ നിലവിലുള്ളൂ. ഇന്റർ മയാമി ഒന്നും താരത്തെ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സൗദി ലീഗിലേക്ക് താരം പോകുന്നില്ല. താരത്തെ സംബന്ധിച്ച് താരം പൈസ നോക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും കമന്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡേൽ.